മഫാത്തിഹുൽ മഫാത്തിഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് അതിൽ പ്രധാനപ്പെട്ട 3 പറയാം. ഒന്നാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം ആ വ്യക്തിക്ക് ലഭിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്. മൂന്നാമത്തെ കാര്യം സ്വർഗം. നല്ല രീതിയിൽ മരിച്ച് നാളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിച്ച് സ്വർഗം നേടാനുള്ള ഭാഗ്യം അതെത്ര വലുതാണ്! തിരുദൂതരെ കിനാവിൽ കണ്ട വിശ്വാസിക്കുള്ള സൗഭാഗ്യം അളവറ്റതാണ്. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വേർപെട്ട പ്രമുഖ പണ്ഡിതനും മഹാനുമായ ആറളം അബ്ദുൽ ഖാദിർ ഫൈളി ഉസ്താദ്, സാത്വികനായ പണ്ഡിതൻ. അദ്ദേഹം ഹിജറ 500 ജീവിച്ച ആളല്ല. നമ്മുടെ ഈ കാലത്താണ് ആ മഹാനായ പണ്ഡിതൻ ജീവിച്ച് നമ്മോട് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞത്. ഇക്കാലത്തും ഇത്രയും നന്മകൾ സ്വായത്തമാക്കിയ മഹാന്മാർ ജീവിച്ചിരിപ്പുണ്ടെന്നതിൻ്റെ ഉത്തമ ഉദാഹരണം അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം പലരും മനസ്സിലാക്കി. നീണ്ട 3 പതിറ്റാണ്ട് കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ ഉമർ സമർകന്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്ത് ദർസും ഖുതുബയും ദീനി നേതൃത്വവുമൊക്കെയായി കൂടി ശിഷ്ടകാലം നാട്ടിൽ മഹത്തായ ദീനി സ്ഥാപനം തുടങ്ങി തദ്രീസിലും രചനയിലുമൊക്കെയുമായി സമയം ചെലവഴിച്ച മഹാൻ. 40 വർഷത്തോളം ആറളം മഹലിൽ ഖാദിയായ കിടയറ്റ പണ്ഡിതനായിരുന്ന മുഹീദ്ദീൻ മുസ്ലിയാരുടെ പുത്രനാണ് ആറളം അബ്ദുൽ ഖാദിർ ഫൈളി. ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷമുള്ള വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം സുഹൃത്ത് സാജിദ് ആറളം പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ ഫൈസി ഉസ്താദിൻ്റെ മയ്യത്ത് വീട്ടിലെത്തിയ ഉടനെ കനം വെക്കാൻ സാധനം അന്വേഷിച്ചപ്പോൾ ആദ്യം കയ്യിൽ തടഞ്ഞത് ഒരു പോക്കറ്റ് ഡയറിയായിരുന്നു. ഒളിപ്പിക്കുന്ന സമയത്താണ് ഇത് ഉസ്താദ് ഉപയോഗിച്ച ഡയറിയാണെന്ന് മനസ്സിലായത്. 1986 ഈ ഡയറി ഇന്ന് രാവിലെ വെറുതെ ഒന്ന് മറിച്ചു നോക്കി. ആദ്യ മറിക്കലിൽ കിട്ടിയ പേജ് വായിച്ചപ്പോൾ മനസ്സിലായി ഇത് പുറത്തു കാണുന്നതിനേക്കാൾ കനമുള്ളതാണെന്ന്. ആ പേജിലെ വിശേഷം ഇങ്ങനെയായിരുന്നു: റുയ സാലിഹ, നല്ല സ്വപ്നം. 1409 മുഹറം 12 ഫൈസി ഉസ്താദിൻ്റെ ഉപ്പയുടെ ആണ്ട് ദിനമാണ്. 1988 ആഗസ്റ്റ് 25 വെള്ളിയാഴ്ച രാവ്. പിന്നെ അറബിയിൽ കുറിച്ചിട്ട വരി ഇങ്ങനെയായിരുന്നു: റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കണ്ടു. സുമ റഅയ്തുഹു മിറാറൻ, പിന്നെ ഞാൻ പലതവണ കണ്ടു എന്നും കൂട്ടിച്ചേർത്തതായി കാണുന്നു. ഇത്രയും സൗഭാഗ്യം ലഭിച്ച ആലിമുകൾ ഇക്കാലത്ത് ഇനിയും നമുക്കിടയിലുണ്ടാകാം. പക്ഷേ അവരെ നമുക്കറിയാനോ മനസ്സിലാക്കാനോ അവർ ഉള്ളം തുറന്നു തരില്ല. മഹാന്മാരെ നാം കണ്ടെത്തണം, അവരുടെ പൊരുത്തം നാം വാങ്ങണം. മഹാന്മാരോടൊപ്പം സഹവാസം കിട്ടുവാനും ആഖിറം രക്ഷപ്പെടുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.